അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തിയറി ഓഫ് മൊറാലിറ്റിയിൽ ഒരു ടോപ്പിക്കാണ് ദ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡ്. അതാണ് ആ ടോപ്പിക്കിൻ്റെ പേര്. നമുക്ക് നോക്കാം കേട്ടോ. ദ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശശാസ്ത്രം. വി ഷാൾ ഡിസ്കസ് ബ്രീഫ്ലി ദ പോപ്പുലർ തിയറി കോൾഡ് ദ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡ്, അതായത് ഉദ്ദേശശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡ്. If morality cannot be linked with religion, the question arises, how can we ascertain that some particular actions is morally good? അതായത് മൊറാലിറ്റി cannot be linked with religion, the question arises. ധാർമ്മികത അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ മതവുമായിട്ട് ബന്ധപ്പെടുന്നില്ല എങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരും. എന്താണത്? ഹൗ ക്യാൻ വി അസേർട്ടൻ ദാറ്റ് സം പർട്ടിക്കുലർ ആക്ഷൻ ഈസ് മോറലി ഗുഡ്? എങ്ങനെയാണ് പ്രത്യേക പ്രവർത്തനങ്ങൾ, നമ്മൾ വളരെ പ്രാമാണികമായിട്ടുള്ള ചില പ്രത്യേക പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം മുന്നോട്ട് വരും. ഇൻ ഏർലിയർ തിയറീസ് മോറൽ പെർസെപ്റ്റ്സ് വെർ സീൻ ആസ് ഒബ്ജക്റ്റീവ്ലി വാലിഡ് ആൻഡ് ദർഫോർ ഇറ്റ് വാസ് സെൻസിബിൾ ടു ടോക്ക് ഓഫ് മോറൽ നോളേജ് ഓർ നോളേജ് ഓഫ് ഗുഡ്. എന്താ പറയുന്നത്? ഇൻ ഏർലിയർ തിയറീസ്, പഴയ സിദ്ധാന്തങ്ങളിൽ മോറൽ പേഴ്സ്പെക്ട്സ് വെർ സീൻ ആസ് ഒബ്ജക്റ്റീവ്ലി വാലിഡ്. പഴയ സിദ്ധാന്തങ്ങളിൽ നന്മയുടെ പ്രമാണങ്ങൾ വസ്തുതാപരമായവയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒബ്ജക്റ്റീവ്ലി വാലിഡ് എന്ന് പറയുന്നത് നമ്മുടെ നന്മയുടെ സിദ്ധാന്തങ്ങൾ, അത് വസ്തുതാപരമായിട്ട് നന്മയുള്ളതാണെന്ന് നമ്മൾ കാണുന്നുമുണ്ട്. ആൻഡ് ദെർഫോർ ഇറ്റ് വാസ് സെൻസിബിൾ ടു ടോക്ക് ഓഫ് മോറൽ നോളേജ്. നമ്മൾ ധാർമ്മികപരമായ അറിവുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് നോളേജ് ഓഫ് ദി ഗുഡ്, അതുപോലെ തന്നെ നന്മയുടെ അറിവിനെക്കുറിച്ചും ധാർമ്മികപരമായിട്ടുള്ള നന്മയുടെ അറിവിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ ബേസ് ഓഫ് മൊറാലിറ്റി ഈസ് ഫിക്സ്ഡ് ആൻഡ് ഒബ്ജക്റ്റീവ്. എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു തിയറി, ഈ തിയറി പ്രകാരം നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത് സ്ഥിരവും വസ്തുതാപരവുമാണ് എന്നാണ് പറയുന്നത്. ധാർമ്മികത എങ്ങനെയാണ്? സ്ഥിരവുമാണ്, അതുപോലെ തന്നെ വസ്തുതാപരവുമാണ്. ഇറ്റ് ഈസ് വ്യൂ ദാറ്റ് ലീഡ്സ് അസ് ടു ദ നോഷൻ ദാറ്റ് മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഈസ് ദ വൺ ഹു ഹാസ് recognized the truth of some particular moral values and he or she act on the irrespective of conditions or situation. എന്താ പറയുന്നത്? ഇത് ധാർമ്മികപരമായിട്ട് വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തി അതിൻ്റെ സത്യം തിരിച്ചറിയുന്നുണ്ട്. അതിപ്പോൾ അവനായാലും അവളായാലും അവർ ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിതികൾ പോലും പരിഗണിക്കാതെയാണ് പിന്തുടരുന്നവരാണ് എന്ന ആശയത്തിലേക്ക് നയിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഇറ്റ് ഈസ് വ്യൂ ദാറ്റ് ലീഡ്സ് അസ് ടു ദ നോഷൻ ദാറ്റ് എ മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, അതായത് ധാർമ്മികതയെക്കുറിച്ച് വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തി ഈസ് ദ വൺ ഹൂ ഹാസ് റെക്കഗ്നൈസ്ഡ് ദ ട്രൂത്ത് ഓഫ് സം പർട്ടിക്കുലർ മോറൽ വാല്യൂസ്. ചില ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ സത്യത്തെ അംഗീകരിക്കുന്നത്. ഹി ഓർ ഷീ, അവനായാലും അവളായാലും ആക്ട് ഓൺ ദി ഇറസ്പെക്റ്റീവ് ഓഫ് കണ്ടീഷൻസ് ഓർ സിറ്റുവേഷൻസ്. അവനായാലും അവളായാലും എന്താ ചെയ്യുന്നത്? അവർ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിതികൾ പോലും പരിഗണിക്കാതെയാണ് അവർ ഈ ധാർമ്മികതയെ പിന്തുടരുന്നു എന്ന ആശയത്തിലാണ് എത്തിച്ചേരുന്നത്. ഇനി സച്ച് വാല്യൂസ് ക്യാൻ ബി ഹ്യൂമൻ വെർച്യൂസ് ലൈക്ക് ട്രൂത്ത്, നോൺ വയലൻസ്, നോൺ ഡിസീവിങ് അതേഴ്സ് ടു ദ ഒബ്ജക്റ്റീവ് ആൻഡ് ഇമ്പാർഷ്യാലിറ്റി, റെസ്പെക്റ്റിംഗ് അതേഴ്സ് എക്സെട്ര. എന്തൊക്കെയാണ് നമ്മൾ മൂല്യങ്ങളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മാനുഷിക ധർമ്മങ്ങളുള്ളതെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സത്യം, അതുപോലെ തന്നെ അഹിംസ, മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുക, പിന്നെ മറ്റു വിഷയങ്ങളിൽ ഏർപ്പെടുക, മുതിർന്നവരെ ബഹുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളിലൊക്കെ ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു സച്ച് തിയറി വുഡ് ബി ടു ഇമ്പാർട്ട് ഇൻസ്ട്രക്ഷൻ വിത്ത് ദ വ്യൂ ഓഫ് ഇൻസ്റ്റിൽ ദീസ് വാല്യൂസ് ഇൻ പീപ്പിൾ. വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം തന്നെ വിദ്യാർത്ഥികളിൽ ഈ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. But such a view of morality would be obviously the authoritarian and hence not much different from religious morality. But such a view of morality, ധാർമ്മികതയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് would obviously be authoritarian. അത് വ്യക്തമായി പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് പറഞ്ഞ ഒരാളുടെ കാഴ്ചപ്പാട് തന്നെയായിരിക്കും. And hence not much different from religious morality. മതപരമായിട്ടുള്ള ധാർമ്മികത ഇതുമായിട്ട് എന്തുണ്ട്? കുറച്ച്
അത്രത്തോളം ഇതുമായിട്ട് അത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്നൊന്നുമില്ല. വിച്ച് വി ഹാവ് ഓൾറെഡി റിജക്റ്റഡ് ആസ് ഔട്ട്മോഡഡ്. നമ്മൾ അതുകൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, ക്യാൻ എനി ഓഫ് സച്ച് വെർച്യൂസ് ക്യാൻ ബി second, can any of such virtues be desirable and hence good under all circumstances? എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഇത്തരം നന്മകൾ വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലും അതുപോലെ തന്നെ വളരെ നല്ലതായിട്ട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വി ഹാവ് ഓൾറെഡി മെയിൻറ്റെയിൻ ദാറ്റ് സച്ച് വെർച്യൂസ് ആർ നോട്ട് നെസസറിലി ഓൾവേസ് ഡിസൈറബിൾ അണ്ടർ ഓൾ കണ്ടീഷൻ. ഏത് കണ്ടീഷൻ വന്നാലും ഏത് സാഹചര്യം വന്നാലും ഇത്തരം നന്മകൾ എന്താണ്, ഈ മൂല്യങ്ങൾ എല്ലാ സാഹചര്യത്തിലും ഉത്തമമാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എല്ലാ സാഹചര്യത്തിലും ഉത്തമമാണോ എന്ന് കരുതേണ്ടത് നമ്മൾ ശരിയാണോ എന്ന് കൂടി നമ്മൾ നോക്കണം. രണ്ടാമതായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇത്തരം മൂല്യങ്ങൾ ഏതെങ്കിലും എല്ലാ സാഹചര്യങ്ങളിലും ഉത്തമമാണെന്ന് കരുതേണ്ടത് ശരിയോ? നാം ഇതിനകം ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ മൂല്യങ്ങൾ എല്ലാ സാഹചര്യത്തിലും ഉത്തമമാകണമെന്ന് പറയാൻ നമുക്ക് കഴിയുകയുമില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് പറയുന്നതാണ് കേട്ടോ. ഇനി അടുത്തത്, there are other reasons also why we should not nurture children in accordance with the objective theory of morality. there are other reasons also, അതായത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തരുന്നില്ല. why we should not nurture children in accordance with the objective theory of morality. അതായത് ഉദ്ദേശശാസ്ത്രത്തിനോടനുബന്ധിച്ച് കുട്ടികളെ വളർത്തണോ വേണ്ടയോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഉദ്ദേശശാസ്ത്രത്തിനോടനുബന്ധിച്ച് കുട്ടികളെ വളർത്തുന്നത് എന്തുകൊണ്ട് വേണ്ടാത്തതാണെന്ന് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വൺ സച്ച് റീസൺ ഈസ് ഗ്രൗണ്ടഡ് ഇൻ മാൻസ് ഫ്രീഡം. ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ഈ സിദ്ധാന്തത്തിന് വിരുദ്ധമായിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. ഹ്യൂമൻ ബീയിങ്സ് ഫ്രീഡം ഓഫ് തോട്ട്, റൈറ്റ് ടു ഹിസ് ഓർ ഹെർ ഓൺ ബിലീഫ് കനോട്ട് ബി ഡിനൈഡ്. നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്, ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, വിശ്വസിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുമായിട്ട് ചെറിയൊരു വിരുദ്ധം ഇതിന് വരുന്നുണ്ടോ എന്നാണ് നമ്മുടെ ഒരു സംശയം. ദ കൺസെപ്റ്റ് ഓഫ് മോറൽ ഫ്രീഡം എൻറ്റൈറ്റിൽ നോഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ആസ് എൻ ആക്റ്റീവ് ഏജൻറ്റ്. ധാർമ്മികപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനം തന്നെ മനുഷ്യൻ വളരെ ഒരു ആക്റ്റീവ് ഏജൻ്റായിട്ട് നിൽക്കുകയാണ്. റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഓർ ഹെർ ഓൺ ഡെസ്റ്റിനി. തൻ്റെ വിധി എന്തു തന്നെയായാലും, അതായത് ഒരു വ്യക്തിയുടെ വിധി അത് എന്തു തന്നെയായാലും അത് അവൻ്റെ മാത്രം ധാർമ്മികതയാണ് എന്നാണ് പറയുന്നത്. അത് അവൻ്റെ മാത്രം ഒരു ധാർമ്മികതയാണ് എന്നാണ് നമ്മളോട് പറയുന്നത്. ആൻഡ് ഫോർ ഹിസ് ഓർ ആക്ഷൻ ആൻഡ് ബിഹേവിയർ. ഒരു വ്യക്തിയുടെ പെരുമാറ്റവും അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ വിധേയവും ഒക്കെ അവൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അണ്ടർ സച്ച് എ കൺസെപ്റ്റ് ഓഫ് ഓട്ടോണമി, ഇഫ് ഐ ഹാവ് എ റൈറ്റ് ടു ആക്ട് ഫ്രീലി ഓർ ടു പ്രൊട്ടക്ട് മൈ ഫ്രീഡം. എന്താ പറയുന്നത്? മനുഷ്യൻ എന്ന് പറയുന്നത് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളാണ്. സ്വയം നിയന്ത്രണത്തിൻ്റെ ആശയത്തിൽ ഇഫ് ഐ ഹാവ് എ റൈറ്റ് ടു ആക്ട് ഫ്രീലി, നമുക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. ടു പ്രൊട്ടക്റ്റ് മൈ ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഫോർ എ സെയിം റീസൺ ഐ ഹാവ് നോ റൈറ്റ് ടു എൻക്രോച്ച് അപ്പോൺ സിമിലർ ഫ്രീഡം ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനുള്ള അവകാശവും നമുക്കില്ല. ആൻഡ് ദിസ് ഫോംസ് ദ ബേസിസ് ഓഫ് മൊറാലിറ്റി. ഇത് ധാർമ്മികതയുടെ ഒരു ബേസായിട്ടുള്ള ഫോമായിട്ടാണ് പറയുന്നത്. വിച്ച് ഈസ് ദ എസൻസ് ഓഫ് ഇക്വിറ്റി ഓർ ജസ്റ്റിസ്. ഇത് നീതിയുടെയും സമത്വത്തിൻ്റെയും അന്തസത്തയായിട്ട് കൂടി പറയുന്നുണ്ട്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് മാൻസ് വെർച്യൂസ് മസ്റ്റ് ബി ഹിസ് ഓൺ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ മാത്രമാണ്. വൺസ് ഫ്രീഡം ഈസ് സോ ഫാർ ആസ് വൺ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വാല്യൂസ് ദാറ്റ് ആർ ഇമ്പോസ്ഡ് ഫ്രം വിത്തൗട്ട്. എന്താ പറയുന്നത്? one loses one's freedom is so far as to one act accordance with the values that are imposed from without. നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയാണെങ്കിൽ വൺ ലോസസ് വൺസ് ഫ്രീഡം ഈസ് സോ ഫാർ ആസ് വൺ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വാല്യൂസ്. നമ്മുടെ മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയാണെങ്കിൽ അത് കുറച്ച് പ്രശ്നമാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്നും സംസ്കരിച്ച മൂല്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരാൾക്ക് തന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദെയർഫോർ അവർ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മൊറാലിറ്റി. അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന ചോദ്യം എന്താണ്? ധാർമ്മികത എന്താണെന്നാണ്. ഇറ്റ്സ് എ റെസ്പോൺസ് ടു ദ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ഡിമാൻഡ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. കോൺസ്റ്റൻ്റായിട്ട് തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട്.
സ്യൂട്ടഡ് ടു എ മാൻ ആസ് ഫ്രീ ആൻഡ് ഓട്ടോണമസ് ബീയിങ്. മനുഷ്യൻ എന്ന് പറയുന്നത് സ്വതന്ത്രനാവുകയും അതുപോലെ തന്നെ സ്വയം നിയന്ത്രണകരായി മാറുകയും ചെയ്യാണ്. വി മസ്റ്റ് റെക്കഗ്നൈസ് ദിസ് ആസ് എ ഡിമാൻഡ് ഫോർ ദ ഓട്ടോണമി ഓഫ് ദ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിയുടെയും സ്വയം നിയന്ത്രണത്തിൽ നമ്മൾ അവരെ അംഗീകരിക്കുകയും ആൻഡ് റെസ്പെക്റ്റ് ഫോർ ദ ഫ്രീഡം, അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആൻഡ് ഓട്ടോണമി ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സ്വയം നിയന്ത്രണത്തെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇഫ് യു ബിലീവ് ദാറ്റ് വി ഷുഡ് ലീവ് ഇൻ എ സൊസൈറ്റി കോംപ്രമൈസിങ് ദ ഫ്രീ ആൻഡ് ഓട്ടോണമസ് ഇൻഡിവിജ്വൽ, നമ്മൾ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വി ഷുഡ് ലീവ് ഇൻ എ സൊസൈറ്റി, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ കോംപ്രമൈസിങ് ദ ഫ്രീ ആൻഡ് ഓട്ടോണമസ് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ സ്വയം നിയന്ത്രണമായിട്ടുള്ള ഒരു മനസ്സുമുണ്ട്. വി ഓൾസോ ദെർബൈ ഫീൽ ആൻഡ് ഇൻക്രീസ്ഡ് നീഡ് ഫോർ മോറൽ എഡ്യൂക്കേഷൻ. ധാർമ്മികപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, എ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് മസ്റ്റ് ബി എനേബിൾ സ്റ്റുഡൻസ് ടു ഡു ദെയർ ഓൺ മോറൽ തിങ്കിങ്. ഇത്തരമൊരു വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് ധാർമ്മികപരമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനുള്ള കഴിവ് വർദ്ധിക്കും. റാദർ ദാൻ എൻകറേജിങ് ദം ടു കൺഫേം ദ എക്സ്റ്റേണലി ഇമ്പോസ്ഡ് മോറൽ കോഡ്സ്. അതിനേക്കാളേറെ എന്താ പറയുന്നത്, വളരെ പ്രധാന ഒരു പോയിൻ്റാണ് അത് കേട്ടോ, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അതിനെയൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ബാഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സ്വന്തം ചിന്തകളെ നമ്മൾ പ്രചോദിപ്പിക്കണം. ബാഹ്യപരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നാണ് അത് അനുസൃതമാവുന്നതെങ്കിൽ കൂടി നമ്മുടെ സ്വന്തം ചിന്തകളെയാണ് നമ്മൾ കൂടുതൽ പ്രചോദിപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്.